Dear students, welcome to the class of Engineering Thermodynamics. In this class, we will discuss some numerical problems on first law applied to non-flow processes. First law applied to closed system. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഐസോകോറിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ് ആൻഡ് പോളിട്രോപിക് പ്രോസസ്. ഈ പ്രോസസ്സസിലെ PVT റിലേഷൻസ്, അതേപോലെ വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എക്സ്പ്രഷൻസ് ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന ഫസ്റ്റ് ലോ അപ്ലൈഡ് ടു ക്ലോസ്ഡ് സിസ്റ്റം, അതിൽ വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ നിങ്ങളെ 2019 സ്കീം, അതിന് ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാം നടന്നിട്ടില്ല. തെർമോഡൈനാമിക്സിന് ഫസ്റ്റ് ബാച്ചാണ്. അതിൽ നിങ്ങളെ സിലബസിൽ മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ 2015 സ്കീമിലെ തെർമോഡൈനാമിക്സിൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2019 സ്കീമായാലും 15 സ്കീമായാലും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്, സെയിം കണ്ടൻസ് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ മാസ് ഓഫ് 2.4 കിലോഗ്രാം ഓഫ് എയർ അറ്റ് 150 kPa and 12 degrees centigrade is contained in a gas-tight frictionless piston cylinder device. The air is now compressed to a final pressure of 600 kPa. During this process, heat is transferred from the air such that temperature inside the cylinder remains constant. Calculate the work input during the process. ക്വസ്റ്റ്യൻ വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്. കാരണം എന്താ പറഞ്ഞിരിക്കുന്നുണ്ട്? ഡ്യൂറിങ് ദ പ്രോസസ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി എയർ. കംപ്രഷനാണ്. ഓക്കെ, കംപ്രഷൻ സമയത്ത് ഐസോതെർമൽ കംപ്രഷൻ ആണെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് പുറത്തോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ വേണ്ടത്. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി എയർ സച്ച് ദാറ്റ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദ സിലിണ്ടർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഐസോതെർമൽ പ്രോസസ്സാണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാക്കണം ഏത് പ്രോസസ്സാണെന്നുള്ളത്. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് വർക്ക് ഇൻപുട്ട് ഡ്യൂറിങ് ദി പ്രോസസ്സാണ്. ഓക്കെ, ഈ ഒരു ഐസോതെർമൽ കംപ്രഷനിൽ വർക്ക് ഇൻപുട്ട് എത്ര? അതിന് ഗിവൺ ഡാറ്റാസ് നോക്കാം. പ്രോസസ്സ് ഐസോതെർമലാണെന്ന് മനസ്സിലായി. അതുപോലെ മാസ് തന്നിട്ടുണ്ട്. എയറിൻ്റെ മാസ് 2.4 കിലോഗ്രാം. പിന്നെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, എയർ അറ്റ് 150 kPa ആൻഡ് 12 degree centigrade. അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷൻ ഞാൻ 1 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യൽ പ്രഷർ P1 ഈസ് ഈക്വൽ ടു 150 kPa. അതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിലോ പാസ്കലിനെ ഇൻറ്റു 10⁻³ പാസ്കൽ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 12 degree centigrade ആണ്. അതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 273 ആഡ് ചെയ്താൽ മതി. പിന്നെ ഫൈനൽ പ്രഷർ വന്നിട്ടുണ്ട് 600 kPa. ഇതിന് കറസ്പോണ്ടിങ് PV ഡയഗ്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഐസോതെർമൽ കംപ്രഷനാണ്. ഓക്കെ, അതുകൊണ്ട് കംപ്രഷൻ ആവുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്യും. ഇവിടെയാണ് സ്റ്റേറ്റ് 1, ഇവിടെയാണ് സ്റ്റേറ്റ് 2. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് കറസ്പോണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, ഇനി വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എന്ത് കിട്ടും? വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. W12 ഈസ് ഈക്വൽ ടു P1 V1 ln P1/P2. അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കൂടിയുണ്ട്, വർക്ക് ഡൺ W12 ഈസ് ഈക്വൽ ടു P1 V1 ln V2/V1. ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ 2 പോയിന്റിലെ പ്രഷർ തന്നതുകൊണ്ട് P1 ആൻഡ് P2 അറിയുന്നതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ V1ൻ്റെ വാല്യൂ അറിയില്ല. ഓക്കെ, V1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ഗിവൺ ഇൻപുട്ടിൽ P1 ആൻഡ് T1 ആണുള്ളത്. V1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഐഡിയൽ ഗ്യാസ് റിലേഷൻ ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, എയർ ഐഡിയൽ ഗ്യാസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. എന്താണ്? സ്റ്റേറ്റ് 1ലാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഇക്വേഷനിൽ നമുക്ക് ഒരു അൺനോൺ മാത്രമേ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ് 1 അവിടെ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ, V1. P1 V1 ഈസ് ഈക്വൽ ടു M × RT1. M എന്ന് വെച്ചാൽ മാസ്, R എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. എയറിൻ്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റെ വാല്യൂ അത് അറിഞ്ഞിരിക്കണം. 287 J/kg ക്വസ്റ്റ്യനിലെ തരൂല, പക്ഷേ വാല്യൂ അറിഞ്ഞിരിക്കണം. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? V1ൻ്റെ വാല്യൂ കിട്ടും. എല്ലാ വാല്യൂസും നോൺ ആണ്. ടെമ്പറേച്ചർ SI യൂണിറ്റിൽ തന്നെ കൊടുക്കണം. വോളിയം എന്ത് കിട്ടും? 1.308 m³ എന്ന് കിട്ടി. ഇനി വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്.
P1 അറിയാം, V1 അറിയാം. സോൾവ് ചെയ്താൽ എന്താ കിട്ടുന്നത്? W12 is equal to minus 271.99 കിലോ ജൂൾ. ഓക്കെ, മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒക്കെ നോക്കുക. ഇനി വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ W12 is equal to P1 V1 ln V2 by V1 എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ കൂടിയുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ V2ൻ്റെ വാല്യൂയും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. P1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, V1 കണ്ടുപിടിക്കേണ്ട വഴി നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി P2 തന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ V2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യുക? നമുക്ക് ഐസോതെർമൽ റിലേഷൻ യൂസ് ചെയ്യുക. ഐസോതെർമൽ പ്രോസസ്സാണെന്ന് തന്നിട്ടുണ്ട്. P1 V1 is equal to P2 V2 ആയിരിക്കും. ഓക്കെ, PV is equal to കോൺസ്റ്റൻറ്റ്. അതൊരു 1-2 എന്ന് പറഞ്ഞ പ്രോസസ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് P1 V1 is equal to P2 V2. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? V2ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, V2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെയിം ആൻസറിന് കിട്ടും. വർക്ക് ഡൺ is equal to minus 271.99 കിലോ ജൂൾ. ഇവിടെ വർക്കിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. മീൻസ് സിസ്റ്റത്തിലോട്ടാണ് വർക്ക് ട്രാൻസ്ഫർ. കംപ്രഷൻ പ്രോസസ്സാണ്. കംപ്രസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിലോട്ടാണ് വർക്ക് ട്രാൻസ്ഫർ വേണ്ടുന്നത്. ഓക്കെ, സിസ്റ്റത്തിലോട്ട് വർക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അത് നെഗറ്റീവാണ്. ഓക്കെ, ഫൈനൽ ആൻസർ കിട്ടുന്നത് ഏകദേശം കറക്റ്റാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി സൈൻ കൺവെൻഷൻ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, കംപ്രസ് ചെയ്യുന്നെങ്കിൽ വർക്ക് ഇൻപുട്ടാണ് വേണ്ടുന്നത്. നമ്മൾ വർക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ, ഇനി എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് ഔട്ട്പുട്ടാണ്. വർക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടണം എക്സ്പാൻഷൻ ആണെങ്കിൽ. Second question, a gas expands from initial state where pressure is 340 kilopascal and volume is 0.0425 meter cube to final pressure of 136 kilopascal. The relation between pressure and volume of the gas is P V raised to 2 is equal to constant. Determine the work for the process. 2015 സ്കീമിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു, ഡിസംബർ 2020. ഇതിൽ എക്സ്പാൻഷനാണ്. ഗ്യാസ് എക്സ്പാൻസ് ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെയുള്ള പ്രഷർ P1 340 കിലോ പാസ്കലാണ്. വോളിയം V1 തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ പ്രഷർ 2ലെ പ്രഷറും തന്നിട്ടുണ്ട്. എത്രയാണ്? 136 കിലോ പാസ്കലാണ്. ഇത് ഫോളോ ചെയ്യുന്നത് ഒരു പോളിട്രോപ്പിക് പ്രോസസ്സാണ്. അതിൻ്റെ റിലേഷൻ PV raised to n is equal to കോൺസ്റ്റൻ്റ് ആണ്. ജനറലി നമുക്കിവിടെ PV square is equal to കോൺസ്റ്റൻറ്റ്, PV raised to 2 is equal to കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ പ്രോസസ്സ് എന്താണ്? പോളിട്രോപ്പിക് പ്രോസസ്സ് വിത്ത് n is equal to 2. ഓക്കെ, എന്ന് വെച്ചാൽ PV raised to n is equal to കോൺസ്റ്റൻ്റ് ആണ് ജനറൽ പോളിട്രോപ്പിക് റിലേഷൻ. അവിടെ എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വരുന്നത്? 2 ആണ് വരുന്നത്. ഓക്കെ, ഇനി വർക്ക് ഡൺ ഫോർ ദി പ്രോസസ്സാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും PV ഡയഗ്രാം വരക്കുന്നത് നല്ലതായിരിക്കും. PV ഡയഗ്രാം വരച്ചിട്ട് പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട്. PV raised to 2 is equal to കോൺസ്റ്റൻറ്റ്. ഓക്കെ, വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ പോളിട്രോപ്പിക് പ്രോസസ്സ് W12 is equal to P1 V1 minus P2 V2 by n minus 1. ഈ ഒരു ഇക്വേഷൻ വഴി വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് 2ലെ വോളിയം അറിയില്ല, അതാദ്യം കണ്ടുപിടിക്കണം. നമുക്ക് ബാക്കിയെല്ലാ വാല്യൂസും ഗിവൺ ആണ്. P1 അറിയാം, P2 അറിയാം, V1 അറിയാം. V2ൻ്റെ വാല്യൂ അറിയില്ല. ആദ്യം എന്ത് ചെയ്യണം? V2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനെന്താണ്? PV റിലേഷൻ, പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ PV റിലേഷൻ n is equal to 2 ആണ്. PV raised to n is equal to കോൺസ്റ്റൻ്റ് ആണ്. അത് പ്രോസസ് 1-2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് P1 V1 raised to n is equal to P2 V2 raised to n ആണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് P1 V1 raised to 2 is equal to P2 V2 raised to 2. ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? V2ൻ്റെ വാല്യൂ ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? V2 by V1 square is equal to P1 by P2 അല്ലെങ്കിൽ V2 by V1 is equal to P1 by P2 raised to 1/2. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? V2ൻ്റെ വാല്യൂ ബാക്കി ന്യൂമറിക്കൽ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ V2 is equal to 0.0672 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി ഡയറക്റ്റായിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. എല്ലാ വാല്യൂസും നോൺ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൻ്റെ വാല്യൂ 2, അത് കിട്ടും 5.3108 കിലോ ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ഗ്യാസ് ഓഫ് വോളിയം 6000 cm³ and pressure at 100 kPa is compressed quasi-statically according to PV raised to 2 is equal to constant until the volume becomes 2000 cm³. Determine the final pressure and work transfer. ഇതെന്താണ്? പോളിട്രോപ്പിക് പ്രോസസ്സാണ്. സെപ്റ്റംബർ 2020 യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു. 2015 സ്കീം.
ഇനി എന്താ ചെയ്യേണ്ടത്? പോളിട്രോപ്പിക് പ്രോസസ്സാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ പ്രഷർ കണ്ടുപിടിക്കണം, വർക്ക് ട്രാൻസ്ഫർ. ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ സെയിം പ്രൊസീജിയറിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഇനീഷ്യൽ വോളിയം, ഓക്കെ, ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് 6000 cm³ ആയിരുന്നു. പിന്നെ കംപ്രസ്ഡ് ക്വാസിസ്റ്റാറ്റിക്കലി, എന്ത് മനസ്സിലായി? അതൊരു കംപ്രഷൻ പ്രോസസ്സാണെന്ന് മനസ്സിലായി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PV ഡയഗ്രാം വരക്കുക. ഓക്കെ, അതിനുശേഷം സോൾവ് ചെയ്ത് നോക്കുക. ഫൈനൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 900 kPa എന്ന് കിട്ടും. വർക്ക് ഡൺ മൈനസ്, ഇത് കംപ്രഷനാണ്, വർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും കിട്ടേണ്ടത്. ഓക്കെ, വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ന്യൂമറിക്കൽ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 1.5 kg of liquid having a constant specific heat of 2.5 kJ/kg is stirred well in a well insulated chamber causing the temperature to rise by 15 degrees centigrade. Find the change in internal energy and work done for the process. യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു, ഡിസംബർ 2019. ഇതിൽ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 1.5 kg ഓഫ് ലിക്വിഡാണ്. ഗ്യാസ് അല്ല, ഐഡിയൽ ഗ്യാസ് അല്ല, ലിക്വിഡാണ്. അതിൻ്റെ കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റ് ആണ്. കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റ് 2.5 kJ/kg. അതെന്താണ്? ഒരു ഇൻസുലേറ്റഡ് ചേമ്പറിൽ എടുത്തിട്ട് അത് സ്റ്റിർ ചെയ്യുകയാണ്. ഓക്കെ, ആ സ്റ്റിർ ചെയ്യുന്ന സമയത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഓക്കെ, ഒരു ഇൻസുലേറ്റഡ് ചേമ്പറിൽ ലിക്വിഡ് എടുത്തിട്ടുണ്ട്, 1.5 kg ലിക്വിഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഉണ്ട്. അത് സ്റ്റിർ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് റൈസ് ചെയ്തു. അവിടെയിലെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആൻഡ് വർക്ക് ഇൻപുട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻസുലേറ്റഡ് ചേമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ആ ലിക്വിഡിൽ നിന്ന് സറൗണ്ടിങ്ങിലോട്ടോ സറൗണ്ടിങ്ങിൽ ലിക്വിഡിലോട്ടോ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചാൽ അത് മനസ്സിലാക്കിയെടുക്കണം. ഇൻസുലേറ്റഡ് ചേമ്പർ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണത്. നമുക്ക് ഗിവൺ ഡാറ്റാസ് നോക്കാം. സബ്സ്റ്റൻസ് ലിക്വിഡാണ്, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് 2.5 kJ/kg അല്ലെങ്കിൽ 2500 J/kg. ഞാൻ കിലോ ജൂളിന് ജൂളിലോട്ട് SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓക്കെ T2 - T1. ഇനീഷ്യൽ സ്റ്റേറ്റ് 1 ആണ്, ഫൈനൽ സ്റ്റേറ്റ് 2 ആണ്. റൈസ് ഇൻ ടെമ്പറേച്ചർ T2 - T1 എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് തന്നിട്ടുണ്ട്. ഇൻസുലേറ്റഡ് ചേമ്പർ ആയതുകൊണ്ട് ആ പ്രോസസ് 1, 2 എന്താണ്? Q12 = 0. ഇവിടെ ഞാൻ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് CP CV എന്നൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് C മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഒറ്റ സ്പെസിഫിക് ഹീറ്റേ പറയണ്ടു. സ്പെസിഫിക് ഹീറ്റായിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റായിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയേണ്ട ആവശ്യമില്ല. സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും കേസിൽ സ്പെസിഫിക് ഹീറ്റ് ഓക്കെ CP CV അല്ലെങ്കിൽ സെയിം തന്നെയാണ്. അതായത് ദ ഡെൻസിറ്റി or specific volume of liquids and solids essentially remains constant during a process and they can be approximated as incompressible substances. Incompressible substances. ഓക്കെ, സോളിഡ്സും ലിക്വിഡ്സൊക്കെ ഇൻകംപ്രസിബിൾ ആണ്, ഗ്യാസസ് കംപ്രസിബിൾ ആണ്. ഓക്കെ, മീൻസ് എന്താ? അതിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം രണ്ട് ഇൻവേഴ്സ് ആണ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ആണ്, സ്പെസിഫിക് വോളിയം പറഞ്ഞാൽ വോളിയം ബൈ മാസ് ആണ്. ഡെൻസിറ്റി ഒരു പ്രോസസ്സിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മീൻസ് പ്രഷറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഇല്ലെങ്കിൽ അത്തരം സബ്സ്റ്റൻസിനെ ഇൻകംപ്രസിബിൾ ആണ്. നമ്മൾ ഈ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സൊക്കെ നമുക്ക് ഇൻകംപ്രസിബിൾ സബ്സ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദ കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് കോൺസ്റ്റൻറ്റ് പ്രഷർ സ്പെസിഫിക് ഹീറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഫോർ ഇൻകംപ്രസിബിൾ സബ്സ്റ്റൻസസ്. ഈ സോളിഡ്സിൻ്റെയൊക്കെ ലിക്വിഡ്സിൻ്റെയൊക്കെ കേസിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് CP ആയാലും CV ആയാലും എന്താണ്? സെയിം വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു C എന്ന് പറയാം. അത്തരം കേസിൽ ഈ സോളിഡ്സിൻ്റെ ലിക്വിഡ്സിൻ്റെയൊക്കെ കേസിൽ പിന്നെ ഈ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റ് എന്ന്. മീൻസ് ആ വേരിയേഷൻ, സ്പെസിഫിക് ഹീറ്റിൻ്റെ വേരിയേഷൻ, ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വേരിയേഷൻ നമുക്ക് ഇവിടെ നെഗ്ലക്റ്റ് ചെയ്യുക. ക്വസ്റ്റനിൽ കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഫോർ ദി കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഫോർ ദ ലിക്വിഡ് ക്യാൻ ബി റിട്ടൺ ആസ് U2 - U1 = MC × T2 - T1. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ ഡയറക്റ്റായിട്ട് നമുക്ക് MC ∆T എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താലോ? മാസ് അറിയാം, അതേപോലെ സ്പെസിഫിക് ഹീറ്റ് അറിയാം, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും അറിയാം. ഓക്കെ, U2 - U1 = 56.250 kJ. ഇനി വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
വർക്ക് ഡൺ ഡയറക്റ്റ് ഫസ്റ്റ് ലോൻ്റെ എക്സ്പ്രഷൻ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്, Q12 ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. എന്ത് കിട്ടും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് 56.250 കിലോ ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്യാസ് ഓഫ് 4 കിലോഗ്രാം ഈസ് കണ്ടെയ്ൻഡ് വിത്തിൻ ദി പിസ്റ്റൺ സിലിണ്ടർ മെഷീൻ. ദ ഗ്യാസ് അണ്ടർഗോസ് എ പ്രോസസ് ഫോർ വിച്ച് PV raised to 1.5 is equal to constant. The initial pressure is 3 bar and initial volume is 0.1 meter cube and final volume is 0.2 meter cube. The specific internal energy of the gas decreases by 4.6 kilojoule per kilogram. There is no significant change in kinetic and potential energy. Determine net heat transfer for the process. യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു, 2 തവണ ചോദിച്ചതാണ്. മെയ് 2019 അതേപോലെ ജൂലൈ 2017 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ഓക്കെ, ആദ്യം ഗിവൺ ഡാറ്റാസ് നോക്കാം. മാസ് പ്രോസസ്സ് PV raised to 1.5 is equal to കോൺസ്റ്റൻ്റ് ആണ്. പോളിട്രോപ്പിക് പ്രോസസ്സ് വിത്ത് N is equal to 1.5. മാസ് തന്നിട്ടുണ്ട്, ഗ്യാസിൻ്റെ മാസ് 4 കിലോഗ്രാം ആണ്. പിന്നെ പ്രോസസ്സ് അതിൻ്റെ PV റിലേഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്, P1 is equal to 3 ബാർ. ബാറിന് എന്ത് ചെയ്യണം? പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 bar is equal to 10⁵ പാസ്കൽ ആണ്. SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ ഇനീഷ്യൽ വോളിയം തന്നിരിക്കുന്നത് 0.1 മീറ്റർ ക്യൂബ് ആണ്. ഫൈനൽ വോളിയം 0.2 മീറ്റർ ക്യൂബ് ആണ്. എന്ത് മനസ്സിലാവും? വോളിയം ഇൻക്രീസ് ആണ്, അതൊരു എക്സ്പാൻഷൻ പ്രോസസ്സാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനീഷ്യൽ വോളിയം കുറവ്, ഫൈനൽ വോളിയം കൂടുതൽ, ഒരു എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് PV ഡയഗ്രാം വരച്ചു. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ആ ഡയറക്ഷൻ കിട്ടുമല്ലോ. പ്രോസസ് 1 2, ഇവിടുത്തെ വോളിയം കുറവാണ്, ഇവിടുത്തെ വോളിയം കൂടുതലാണ്. ഓക്കെ, പ്രോസസ് 1 2 PV ഡയഗ്രത്തിൽ വരച്ചിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഗ്യാസ് ഡിക്രീസസ് ബൈ 4.6 കിലോ ജൂൾ പെർ കിലോഗ്രാം. സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് പ്രോസസ് 1 2ൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് U2 - U1. സ്മോൾ യു ആണ് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജിയാണ്, U2 - U1. ഓക്കെ, അതെന്തായിരിക്കും? ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ് എന്നാണ് പറയുന്നത്. മീൻസ് ഇവിടെ ഹയർ ഇൻറ്റേർണൽ എനർജി, ഇവിടെ ലോവർ ഇൻറ്റേർണൽ എനർജി. U2 - U1 മീൻസ് ലോവർ ഇൻറ്റേർണൽ എനർജി മൈനസ് ഹയർ ഇൻറ്റേർണൽ എനർജി. എന്തായിരിക്കും? U2 - U1 ഒരു നെഗറ്റീവ്. ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ് ആയതുകൊണ്ട് U2 - U1 is equal to -4.6 കിലോ ജൂൾ പെർ കിലോഗ്രാം. ദാറ്റ് ഈസ് ഈക്വൽ കിലോ ജൂളിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻറ്റു 10⁵38 ജൂൾ പെർ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ ദി പ്രോസസ്സാണ്. ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ലോ യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് ലോൻ്റെ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. Q12 is equal to U2 - U1 പ്ലസ് W12. ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ചേഞ്ച് ഇൻ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി തന്നിട്ടുണ്ട്, അതിനെ മാസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് ഇൻ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ആയി. ഓക്കെ, ആദ്യം വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ പോളിട്രോപ്പിക് പ്രോസസ്സാണ്. ഇതിൽ P2 അറിയില്ല, P1 അറിയാം, V1 അറിയാം, V2 അറിയാം. P2 അറിയില്ല, അതാദ്യം കണ്ടുപിടിക്കണം. എന്ത് യൂസ് ചെയ്യുന്നത്? PV റിലേഷൻ. P1 V1 raised to 1.5 is equal to P2 V2 raised to 1.5. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? P2ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, P2 എന്തായാലും P1നെക്കാട്ടിയും കുറവായിരിക്കും, എക്സ്പാൻഷൻ പ്രോസസ്സ് ആയതുകൊണ്ട്. ഓക്കെ, P1 എന്ന് പറയുന്നത് നമ്മളെ വാല്യൂ എന്തായിരുന്നു? 3 ബാർ ആയിരുന്നു. ഇവിടെ നമുക്ക് P2 എത്ര കിട്ടുന്നത്? 1.06 ബാർ മാത്രമേ ഉള്ളൂ. എക്സ്പാൻഷനാണ്, പ്രഷർ കുറയണം. ഓക്കെ, ഇനി വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ഇനി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, U2 - U1 is equal to മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി. ഓക്കെ, സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് ജൂൾ പെർ കിലോഗ്രാം ആയിരുന്നു, അതിന് കിലോഗ്രാം മാസിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. യൂണിറ്റ് ജൂളിലോട്ട് വരും. ഓക്കെ, ഇനി ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്റ്റായിട്ട് ഈ വാല്യൂ വരെ 2 വാല്യൂ വരെ എത്ര കിട്ടുന്നത്? Q12 is equal to -800 ജൂൾ. ഹീറ്റ് ട്രാൻസ്ഫർ ഒരു നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളത്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം പോസിറ്റീവാണ്, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ടു ദി സറൗണ്ടിങ് എന്താണ്? നെഗറ്റീവാണ്. വർക്ക് നേരെ റിവേഴ്സാണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റത്തിലോട്ടുള്ള വർക്ക് ട്രാൻസ്ഫർ നെഗറ്റീവാണ്. സിസ്റ്റം പുറത്തോട്ട് വർക്ക് ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, ഇവിടെ Q നെഗറ്റീവ് മീൻസ് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ. Heat is transferred from the system to the surrounding. അടുത്ത ക്വസ്റ്റ്യൻ, എ മാസ് ഓഫ് 8 കിലോഗ്രാം ഗ്യാസ് എക്സ്പാൻസ് within a flexible container so that PV relationship is of the form
PV raised to 1.2 is equal to constant. The initial pressure is 1000 kilopascal and initial volume is 1 meter cube. The final pressure is 5 kilopascal. If the specific internal energy of a gas decreases by 40 kilojoule per kilogram, find the heat transfer in magnitude and direction. യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു ഡിസംബർ 2018. ഓൾറെഡി നമ്മളിപ്പം ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റൻ ആണ്. ന്യൂമറിക്കൽ വാല്യൂസിലാണ് ഡിഫറൻറ്റ് വരുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ സെയിം എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് ഡൺ. ചേഞ്ച് ഇൻ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ് ആണ് നെഗറ്റീവ്, അത് കിട്ടിയിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്. അതിനെ മാസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി, ചേഞ്ച് ഇൻ ടോട്ടൽ ഇൻറ്റേർണൽ എനർജിയായി. പിന്നെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ പാരാമീറ്റർ നോൺ പാരാമീറ്റർ ഏതാണെന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിച്ചാൽ എത്ര കിട്ടുന്നത് 2612.5 കിലോ ജൂൾ എന്ന് കിട്ടും. മീൻസ് ഹീറ്റ് പോസിറ്റീവാണ്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡയറക്ഷൻ എന്താണ്, ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം. ഹീറ്റ് ക്വാണ്ടിറ്റി പോസിറ്റീവ് ആയതുകൊണ്ട് സിസ്റ്റത്തിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ.